കോഴ്സ് ആണോ? ഡേറ്റാ സയൻസ് കഴിഞ്ഞ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാം? ഡേറ്റാ സയൻസ് കഴിഞ്ഞിട്ട് അതിന്റെ കോഴ്സ് ഫീസ് എത്രയാണ്? ഡേറ്റാ സയൻസ് കഴിഞ്ഞ് നമുക്ക് ജോബ് എങ്ങനെയാണ് കിട്ടുന്നത്, അതിന്റെ സാലറി എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് +2 കഴിഞ്ഞ് ഡേറ്റാ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഡേറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണല്ലേ. അപ്പൊ +2 കഴിഞ്ഞിട്ട് ഡേറ്റാ സയൻസ് എടുത്ത് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിന് പുറത്തും എബ്രോഡും ഒക്കെ ആയിട്ട് ഒരുപാട് ജോബ് വേക്കൻസീസ് വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും, ഈവൻ മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും, അവരുടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അവരൊരു ആഡ് ഓൺ കോഴ്സ് പോലെ എടുത്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റും ഡേറ്റാ സയൻസ് തന്നെയാണ്. ഇപ്പൊ AI/ML, ഡേറ്റാ സയൻസ്, മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിന് ശേഷം ആഡ് ഓൺ ആയിട്ട് ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു 1 ഇയർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ട് IT പാർക്കിലൊക്കെ കയറിയിട്ട് നമ്മൾ അവിടെ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അവർക്ക് ജോബ് അവരെടുത്ത റിലവന്റ് ഫീൽഡിൽ അവർക്ക് ജോബ് കിട്ടാതെ വരുമ്പോൾ അവർ ഇപ്പൊ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്കൊരു ജോബ് തന്നെയാണ് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ജോബ് കിട്ടാനായിട്ട്, എളുപ്പത്തിൽ ജോബ് കിട്ടാനായിട്ട് കൂടുതൽ സ്റ്റുഡൻസും അവരുടെ ആ ഒരു ഫീൽഡ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിലോട്ട് തിരിച്ചു വന്ന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള റോളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇന്നീ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡേറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മളെ സ്റ്റുഡൻസിന് ഭയങ്കര വലിയ സാലറി തന്നെയാണ് അവർ ഓഫർ ചെയ്യുന്നത് ഓരോ കമ്പനീസിലും. കാരണം നമുക്ക് പറയാം, എല്ലാ കമ്പനീസിലും ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് തൊട്ട് ഈവൻ MNC വരെയുള്ള എല്ലാ കമ്പനീസിലും നമുക്ക് ഡേറ്റ എന്ന് പറയുന്ന കാര്യം കാണുമല്ലോ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ ഉറപ്പായിട്ട് ഒരു ഡേറ്റ സയന്റിസ്റ്റോ അനലിസ്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ അവര് ഒരാളെ റിക്രൂട്ട് ചെയ്യും. ഒന്നിലധികം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. ഒരു കമ്പനിയിൽ മാക്സിമം പോയ 1 അല്ലെങ്കിൽ 2-3 HOs ആയിരിക്കും കാണുന്നത്. പക്ഷെ അതുപോലെയല്ല ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ഇപ്പൊ വലിയ കമ്പനീസിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിലേറെ ഒരുപാട് ഡേറ്റാസ് ആയിരിക്കും അവിടെ കാണുന്നത്. അപ്പൊ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഒരു ടീം തന്നെ കാണും ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിൽ എന്ന് പറയും. +2 കഴിഞ്ഞ് ഇപ്പൊ പാരാമെഡിക്കൽ ഫീൽഡിലോട്ട്, ഇപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ബയോളജി സയൻസ് കഴിഞ്ഞിട്ട് പാരാമെഡിക്കലോ അല്ലെങ്കിൽ മറ്റു നഴ്സിംഗോ അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ എടുത്ത സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പം നല്ലൊരു കോളേജിലല്ല പഠിക്കാൻ പോയത്. ഇപ്പം അവർക്കധികം ഒരു ഇതില്ല, എന്ന കോളേജിൽ പോകണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ലാതെ അവർ ഏതെങ്കിലും ഒരു കോളേജ് അറ്റ് ലാസ്റ്റ് ചൂസ് ചെയ്ത് പോയി അവരുടെ കരിയറിൽ നല്ലൊരു പൊസിഷനിൽ അവർക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള സ്റ്റുഡൻസ് കൂടുതലും ഇങ്ങനത്തെ കോഴ്സുകൾ ചൂസ് ചെയ്യും. ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ ചൂസ് ചെയ്തിട്ട് ആ മെഡിക്കൽ ഫീൽഡ് എടുത്തു വന്ന സ്റ്റുഡൻസ് തിരിഞ്ഞ് ഈ ഒരു ഫീൽഡിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത സ്റ്റുഡൻസ് മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയുള്ള ട്രെൻഡിങ് കോഴ്സുകൾ തന്നെയായിരിക്കും അവർ ഡിഗ്രിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഇതിലോട്ട് തിരിഞ്ഞു പോകുന്നത്. ഒരു മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനത്തെ കോഴ്സുകളായിരിക്കും ചൂസ് ചെയ്ത് പോകുന്നത്. ഇനി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുകാർക്കും ഈ ഒരു ഡേറ്റാ സയൻസ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു പോവാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളത്, ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, നമുക്ക് ഏതൊക്കെ ഫീൽഡിലോട്ട് കൂടുതൽ ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്, മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.